ഷവർമ്മ തയ്യാറാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് ഒരു പാന് വെച്ചെടുത്തിൽ ഒരു 3-4 സ്പൂണ് ഓയിൽ വെച്ച് കൊടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയാണ് ഇത്. ഓയിൽ ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ, മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി വേവിച്ച് വെച്ച ചിക്കൻ പാനിൽ ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഈ ചിക്കനിലേക്ക് ആവശ്യമായ മസാല ചേർത്ത് കൊടുക്കാം. ആദ്യം 1 സ്പൂൺ മല്ലിപ്പൊടി, ശേഷം 1 സ്പൂൺ ഗരം മസാലപ്പൊടി, ശേഷം 1 സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മസാലയുടെ കളറൊക്കെ ഏകദേശം വാടി വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ഏകദേശം റെഡി ആയിട്ടുണ്ട്. മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്, എല്ലായിടത്തും പിടിച്ചിട്ടുണ്ട്. ഇനി ഇറക്കി വെച്ച ശേഷം ഇതുപോലെ ചെറിയ കത്തിയോ സ്പൂണോ ഉപയോഗിച്ച് ചെറുതായി മുറിച്ചിടാം. ഇനി ഇതിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചതാണ്. ഒരു കക്കിരിക്ക, കുക്കുംബർ ചേർത്ത് കൊടുക്കാം. കുറച്ച് തക്കാളി, ഞാനൊരു തക്കാളിയുടെ ഫുൾ പീസ് കട്ട് ചെയ്തെടുത്താണ്. ശേഷം ഒരു 3-4 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ശേഷം കുറച്ച് ക്യാബേജ്, ഞാനൊരു 1/4 ഭാഗം ക്യാബേജ് എടുത്തിട്ടുണ്ട്, അത് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ശേഷം കുറച്ച് ക്യാരറ്റ്, ഒരു 1-2 ക്യാരറ്റ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ശേഷം കുറച്ച് സവാള അരിഞ്ഞത്, ചെറിയ രീതിയിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനും വെജിറ്റബിളും എല്ലാം നന്നായിട്ട് എല്ലായിടത്തും മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കുബൂസിൻ്റെ മുകളിൽ മയോണൈസ് ഇതുപോലെ നന്നായിട്ട് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച മസാല, ചിക്കൻ വെജിറ്റബിൾ മസാല ഇതുപോലെ ആ കുബൂസിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ശേഷം ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. ഞാനിവിടെ റോൾ ചെയ്യാൻ വേണ്ടി പേപ്പറൊന്നും എടുത്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ പേപ്പറൊക്കെ യൂസ് ചെയ്യാം. വീട്ടിൽ നിന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ് ഷവർമ്മ. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, അതുപോലെ നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ഇതുപോലുള്ള മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.